ഉത്തര കേരളത്തിലെ തെയ്യാട്ടങ്ങളുടെ സമാപനം കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തെ കളരിവാതുക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ കളരിയാൽ ഭഗവതിയുടെ തിരുമുടി താഴുന്നതോടെയാണ്. പ്രകൃതിയും മനുഷ്യനും മണ്ണും മഴയും ഭക്തിയും വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളോട് ഉറഞ്ഞാടുന്ന അപൂർവതയാണ് ഈ പെരുങ്കളിയാട്ടം. പെരുമഴയത്തെ പെരുങ്കളിയാട്ടം. പണ്ട് കാലത്ത് പൗരാണികമായിട്ട് തന്നെ നമ്മുടെ അച്ഛൻ്റെ കുടുംബക്കാർ ഇവിടെ കലശം കൊണ്ടുവരാറുണ്ട്. ഇവിടുത്തെ ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് കലശം വരവ്. അപ്പോൾ കുറച്ചു കാലം ഈ കലശം വരവ് നമ്മുടെ തറവാട്ടിൽ നിന്ന് മുടങ്ങിപ്പോയിരുന്നു. കലശം പണ്ട് കാലത്ത് ഇവിടെ 7 തറവാട്ടുകാർക്കാണ് ഇവിടെ കലശം വരവിൻ്റെ അവകാശമുണ്ടായിരുന്നത്. അതായത് തീയ സമുദായം എന്ന് പറയുന്ന സമുദായത്തിൻ്റെ അധീനത്തിൽപ്പെട്ടതാണ് ഈ കലശം. അങ്ങനെ 7 കലശങ്ങളിൽ മുടങ്ങിയിട്ട് ഒരു കലശമായി മാറി, പിന്നെ 2 കലശമായി മാറി, ഇപ്പോൾ 3 കലശം നമ്മൾ വീണ്ടും ഇപ്പോൾ 4 വർഷമായിട്ട് തുടർച്ചയായിട്ട് കലശം എടുത്തു വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഈ ഈ പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചിട്ട് എല്ലാ ജാതിക്കാരുടെ പ്രതിനിധാനം അവരുടെ കർമ്മങ്ങളിൽ കൂടി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ കലശം കൊണ്ടുവരുന്നത് തീയ സമുദായം, വാള് കൊണ്ടുവരുന്നത് കൊല്ലൻ സമുദായം, അതുപോലെ കുട കൊണ്ടുവരുന്നത് കണിശൻ്റെ ജാതിക്കാർ, അതുപോലെ തന്നെ മത്സ്യം കൊണ്ടുവരുന്നത് മുക്കുവന്മാർ. ഇങ്ങനെ ഓരോ ദേവിക്ക് ആവശ്യമുള്ള, ദേവിക്ക് നിവേദ്യത്തിനും ദേവിക്ക് ഇവിടുത്തെ ഈ പെരുങ്കളിയാട്ടത്തിന് ആവശ്യമായി വരുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത് ഓരോ തരത്തിലുള്ള ജാതിക്കാരാണ്. അവരുടെ അവകാശമായിട്ടാണ് അത് ഇവിടെ ഇപ്പോഴും തുടർന്നു വരുന്നത്. വർണ്ണങ്ങളുടെ താളലയ സംഗമമാണ് ഈ പെരുങ്കളിയാട്ടത്തെ സവിശേഷമാക്കുന്നത്. തിമിർത്തു പെയ്ത ഇടവപ്പാതിയിൽ തളിർത്ത പ്രകൃതിയുടെ പച്ചയിലേക്ക് അണിയലങ്ങളുടെയും മുഖത്തെഴുത്തിൻ്റെയും നിറങ്ങൾ ചേരുന്നു. ചുവപ്പും പച്ചയും കറുപ്പും വെള്ളയും മഞ്ഞയും തെയ്യാട്ട നിലങ്ങൾ നിറങ്ങളെ മഴയിൽ ചാലിക്കുമ്പോൾ കാവ് ഒരു ക്യാൻവാസാകുന്നു. കളിയാട്ടം ഒരു സുന്ദര ചിത്രം പോലെ ജനാരവങ്ങൾക്ക് മുന്നിൽ നിവരുന്നു. പെരുങ്കളിയാട്ടവും പെരുമഴയും നമുക്ക് രണ്ടും കൂടിയും ഒത്തുചേർന്നതാണ്. അങ്ങനെ ഒരു മഴക്കാലത്ത് അത്രയും ഇതുമായിട്ടുള്ള പെരുങ്കളിയാട്ടം, ഇത്രയും വലിയ ആൾക്കാർ കൂടുന്നത്, ഇത്രയും വലിയ മുടിയായിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയൊക്കെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ കോലത്തിരിയുടെ ശരിക്കും പറഞ്ഞാൽ ആസ്ഥാന ക്ഷേത്രം എന്ന് വെച്ചാൽ മാടായിക്കാവാണ്, തിരുവൂർക്കാട്ട്. മാടായിക്കാവുന്ന് കോലത്തിരീൻ്റെ കയ്യരികെ കൊണ്ടാക്കിയതാണ് ഈ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം. അങ്ങനെ ഉണ്ടാക്കിയതാണ്. മാടായിക്കാവിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചടങ്ങ് ആചാരപ്രകാരം പറയുന്നത് വെച്ച് വെച്ചാൽ ചരിത്രമൊന്നും നമുക്കിതിൽ പറയാൻ വേണ്ടി പറ്റില്ല. കോലത്തുനാട് തെയ്യാട്ടക്കാലം ആരംഭിക്കുന്നത് തുലാപ്പത്തിനാണ്, പുത്തരിയോട് കൂടിയിട്ടാണ്. തുലാപ്പത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പുത്തരി ആ തുലാപ്പത്തിന് തുടങ്ങിയിട്ടാകുമ്പം തെയ്യക്കാലം ആരംഭിക്കുന്നത്. പക്ഷേ മകരം കുംഭം എല്ലാം കഴിയുന്നത് ഇത് ഇടവത്തിലാകുമ്പോഴാണ്. ഇടവപ്പാതിയോടുകൂടിയാണ് ഇവിടെ തെയ്യത്തിൻ്റെ ഇത് ഏറ്റവും അവസാനം ഇവിടെയാണെന്നാണ് പ്രചാരം ഉള്ളത്. ഈ തിരുമുടിയുടെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മലബാറിൽ ഇത്രയും വലിയ മുടി ഇത്രയും കാലം എവിടെയും കെട്ടി വന്നില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ 4 പുരക്കൾ ആചാര്യമാർ മാത്രം കൂടിക്കൊണ്ട് ഈ തിരുമുടി നിർമ്മിക്കാൻ കഴിയില്ല. 7 തിരുമുടിക്കാറുണ്ട്. അവരും നമ്മളെയും കൂട്ടായ്മയാണ് നമ്മളെ ഈ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പണ്ട് മുതലേ വെച്ച് വരുന്ന അളവുകളാണ്.
അത് 21 കോലാണ് അതിൻ്റെ നീളം. 21.3. 21 കോലാണ് അതിൻ്റെ നീളം. വീതി 5.75 കോൽ. 5.75 കോൽ എന്ന് പറയുന്നത് 4 മീറ്ററിന് കൂടുതൽ വരും അളവ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വടക്കേ മലബാറിൽ ഏറ്റവും വലിയ മുടിയാണ് തിരുമുടിയാണ് ഭഗവതിയുടെ തിരുമുടി. നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ 3 ദിവസം ഇതിൻ്റെ പണിയെടുക്കുന്നുണ്ട്. അതിൻ്റെ അത് ഒരു 12 ആശാരിമാർ 12 ആശാരി പണിക്കാരുണ്ടാവും. അതിൻ്റെ 7 തിരുമുടിക്കാരും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ 7 തിരുമുടിക്കാർ മാത്രം പോരാ, അതിൻ്റെ സഹായികളും കൂടിയിട്ടാണ് നമ്മളിപ്പോൾ തിരുമുടി 4 പുറക്കൽ എന്ന് പറയുന്ന 4 തറവാട്ടുകാരും ഒരു പുറമേരി തറവാട്, അങ്ങനെ 5 തറവാട്ടുകാരാണ് ഇതിൻ്റെ പണിയെടുക്കുന്നത്. എൻ്റെ വരുന്നത് പുഴാതി, പള്ളിക്കുന്ന്, അഴീക്കോട്, കുന്നാവ്, പിന്നെ പുറമേരി ആശാരിമാരും കൂടി 5 അതിപ്പോൾ 50 കൊല്ലാരി കൂട്ടിച്ചേർക്കുക. മഴ നനയുന്ന തെയ്യങ്ങൾ അധികമില്ല. കളിയാട്ടങ്ങളും അതിനൊരപവാദമാണ് വളപട്ടണം കളരിയാൽ ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടം അഥവാ പെരും കലശ കളിയാട്ടം. പെരുമഴയത്ത് തെയ്യങ്ങളും മനുഷ്യരും കൂടിക്കലർന്ന് ഒരപൂർവ സിംഫണി സൃഷ്ടിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ കലയാട്ടം. മനോന്മാദപരാശക്തി യോഗിനാശിനി നമസ്തേ വേദനായകി സത്യജാത കലാരൂപേ സോമസൂര്യാഗ്നിലോചനെ ത്രയം ഹാരാളി കാത്രി ത്രിപുരഭൈരവീ വിഹാന യോഗീന്ദ്രേ പങ്കജായ സമാനനേ വ്യാഴവട്ടങ്ങളുടെ ഇടവേളകളിൽ നടക്കുന്ന തെയ്യാട്ടങ്ങളെയാണ് സാധാരണയായി പെരുങ്കളിയാട്ടം എന്ന് വിശേഷിപ്പിക്കാറ്. എന്നാൽ കളരിയാൽ ഭഗവതി ക്ഷേത്രത്തിൽ കൊല്ലത്തിൽ നടന്നു വരാറുള്ള തെയ്യാട്ടത്തെ പെരുങ്കളിയാട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത് അതിൻ്റെ പ്രാധാന്യവും ഗരിമയും കൊണ്ടുതന്നെ.
ഒരേ സമയം ഒട്ടേറെ ദേവതകളുടെ തിരുമുടികൾ ഒരുമിച്ചുയരുന്നതിനാലാവും ഇതൊരു പെരുങ്കളിയാട്ട കാഴ്ചയാവുന്നത്. വടക്കൻ കേരളത്തിലെ മറ്റൊരു കാവുകളിലുമില്ലാത്ത അത്രയും വലിയ തിരുമുടിയാണ് കളരിയാൽ ഭഗവതിയുടേത്. 51 പടുകൂറ്റൻ മുളകളും 7 കവുങ്ങുകളും ഉപയോഗിച്ചാണ് തിരുമുടിയുടെ നിർമ്മാണം. 21 കോൽ 3 വിരൽ നീളമുള്ള 4 കഴകളോടുകൂടിയ മുഖ്യ കോലധാരി ശിരസിലേറ്റുന്ന ഈ തിരുമുടിയുടെ നിർമ്മാണത്തിലെ തച്ചുശാസ്ത്രം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു തിരുമുടിയാണ്. കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ നമ്മളെ പിന്നെ തോറ്റത്തിൽ തന്നെ പറഞ്ഞത് ഏഴോളം ദേവകന്യ കാലത്തൊറ്റി ചമച്ചു 7 വിരൽ മികവല്ലോ കടലാൽ പോകുന്നത്. അപ്പോൾ അതിനെയും ആ ഒരു പ്രാധാന്യമുണ്ട്. കാരണം അത്രയും ഒരു ഇതുള്ള ഒരു ഇതാണ് ഇത്. സംക്രമം മുതൽ കൊടിയിൽ വെക്കുക എന്നുള്ള ചടങ്ങുണ്ട്, അന്ന് തോറ്റമുണ്ട്. അപ്പോൾ അതുമുതൽ കളിയാട്ടം കഴിഞ്ഞ് ഇതിൻ്റെ നമ്മുടെ വീട്ടിലുള്ള കർമ്മങ്ങൾ കഴിയുന്നവർ ആ വ്രതത്തോടുകൂടി തന്നെ ചെയ്യും. പിന്നെ വേറെ എന്നാൽ ഈ കളിയാട്ടം കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് വീട്ടിലേക്ക് പോകുന്നില്ല. അന്ന് ഇവിടെ ഈ നമ്മുടെ അണിയറ ഈ കൊയ്യാപ്പര എന്ന് പറയുന്ന ഇവിടെ പിന്നെ എന്തുകൊണ്ടാണെന്നാൽ ആ ഭഗവതി നമുക്ക് വർഷത്തിൽ പുതിയ തിരുവേദം തിരുകൊല്ലം കൊണ്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ തിരുവേദം നമ്മൾ അത് കളിയാട്ടം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അണിയറയിൽ അത് പിറ്റേന്ന് നമ്മൾ പിന്നെ ചുറ്റിക്കെട്ടി ആ തിരുവേദം ക്ഷേത്രത്തിൽ എത്തിച്ച് ആ ചുറ്റുംകെട്ടോട് കൂടിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകും. ആ ഈ ചുറ്റുംകെട്ട് നമ്മളെ വീട്ടിലെ പൂജാമുറിന്ന് വീട്ടിലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ അടിച്ചു വെക്കുന്നത്. അന്ന് ഈ കളിയാട്ടം കഴിഞ്ഞാൽ പിറ്റേന്നാണ് നമുക്ക് വൈകുന്നേരം വീട്ടിലുള്ള കർമ്മങ്ങൾ. അവിടെ പ്രധാനം നമ്മൾ പറഞ്ഞല്ലോ കളിയാൽ ഭഗവതി തന്നെ പ്രധാനം. കളിയാൽ ഭഗവതിക്ക് എഴുതുന്നത് ശംഖും പ്രാക്കെഴുത്ത് എന്ന് പറഞ്ഞ എഴുത്താണ്. ശംഖ് പ്രാക്കെഴുത്ത് അതിനകത്തുള്ള കുറേ ഡീറ്റെയിൽ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എഴുത്തിൻ്റെ ഒരു രീതി പറഞ്ഞാൽ വലിയ ശംഖും പ്രാക്കെഴുത്തും. പിന്നെ എഴുതുന്ന രണ്ടാമത്തെ എഴുത്ത് ക്ഷേത്രപാലനെ പറയാം. അതിന് കൊടുമ്പുരി എന്ന് പറഞ്ഞ എഴുത്താണ് എഴുതുന്നത് ക്ഷേത്രപാലന്. പിന്നെയുള്ളത് പിന്നെ പഴശ്ശിഭഗവതി ചുഴലിഭഗവതി അതൊക്കെ ചേർന്നിട്ടുള്ള അത് മാങ്കണ്ണും വില്ലുപുരികെന്ന് പറഞ്ഞിട്ടുള്ള എഴുത്ത് എഴുതുന്നുണ്ടത്. കൂറയും കുറിയും എഴുതുന്നുണ്ടത്. ഈ 2 എഴുത്താണ് വേറെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ശംഖും ഈ പ്രാക്കെഴുത്ത് എഴുതുന്ന 2 അളയാൻശ്ശേരിയുടെ തിരുമുടിക്കും ഈ ശംഖും പ്രാക്കെഴുത്തും 2 ശംഖും പ്രാക്കെഴുത്തും 3 എണ്ണത്തിന് മാങ്കണ്ണും വില്ലുപുരിക എഴുതും, 1 കൊടുമ്പുരിക എഴുതും. ഇതാണ് അവിടുത്തെ എഴുത്ത്. ഇവിടുത്തെ ഉത്സവ ആഘോഷത്തിൻ്റെ രീതികൾ
ദേവസ്ഥാനയിൽ വെച്ച് ഭഗവതി വിഗ്രഹം ദർശിച്ച ശേഷം അതാത് സ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയും നിറങ്ങളും നൃത്തങ്ങളും താളവാദ്യമേളങ്ങളും ഭക്തിയും ആചാരവും വിശ്വാസവുമെല്ലാം ചേർന്ന് അതൊരസുലഭാനുഭൂതിയായി പരിണമിക്കുന്നു. പരമാവധി സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവവും മനുഷ്യനും തൊട്ട് തൊട്ട് സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്നു. വേദനിക്കുന്ന മനുഷ്യനെ പ്രതീക്ഷയുടെ തുരുത്തിലൂടെ ദൈവങ്ങൾ വഴി നടത്തിക്കുന്നു. നാലു കത്രിക തൂണുകളിൽ ഘടിപ്പിച്ച് നൂറുകണക്കിന് ആളുകൾ ആരവത്തോടെ ഒത്തുപിടിച്ചാണ് തിരുമുടിയെ വലം വെപ്പിക്കുന്നത്. കഴ പിടിക്കുന്നതിൽ ജാതിഭേദമില്ല. മുടി ഉയർത്തുന്നതും താഴ്ത്തുന്നതും വലം വെപ്പിക്കുന്നതും കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതുമൊക്കെ ശ്രദ്ധയോടെയും കണിശതയോടെയും നിർവഹിക്കേണ്ട പ്രവൃത്തികളാണെന്ന് മാത്രം. 7 പെരുവണ്ണാന്മാരും 4 പുരക്കൽ ആശാരിമാരും ചേർന്നാണ് തിരുമുടി ഒരുക്കുന്നത്. വിശ്വകർമാവ്, ആശാരി, തീയൻ, കൊല്ലൻ, മുക്കുവൻ, കണിശൻ, വണ്ണാൻ, മലയൻ, മാരാർ, പിടാരർ എന്നിങ്ങനെ എല്ലാ ജാതിക്കാർക്കും തെയ്യാട്ടത്തിൽ അവരുടേതായ ചുമതലകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2 തരത്തിലാണ്. ഒന്ന് വെച്ചാൽ വിശ്വാസമായിട്ട് പറയാമെന്ന് വെച്ചാൽ നമ്മളൊരു പ്രാർത്ഥനയുടെ ഫലമുണ്ടത്. നമ്മൾ പ്രാർത്ഥന ചിലപ്പോൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കൂട്ടം ആൾക്കാർ ഒരേ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോടുകൊണ്ട് ചിലപ്പോൾ മഴ സംഭവിക്കാം. ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. രണ്ടാമത്തെ ഇടവപ്പാതിക്ക് ശേഷമാണ് ഇതുണ്ടാകുന്നത്. ഇടവപ്പാതി എന്ന് വെച്ചാൽ മൺസൂണിൻ്റെ വരവ് വളരെ കറക്റ്റാണത്. നമ്മളിവിടെ ഇന്നേ പോലെ ഇല്ലാതിരുന്നിട്ടില്ല നമുക്ക്. ആ വരവ് അഥവാ വന്നാൽ കുറച്ചും കൂടി നീങ്ങിയാൽ പോലും ഇതിന് മഴ കിട്ടാവുന്ന രീതിക്കായി ഈ കളിയാട്ടം ആരംഭമുണ്ടാകുന്നത്. ഇടവപ്പാതി കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞിട്ടേ കളിയാട്ടം ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും മഴയുണ്ടാവും എന്നുള്ളത് 100%
ഇതായിരിക്കും. അതുതന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പൊടിച്ചൽ എന്തെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ നല്ല മഴയുണ്ടാവും, ചിലപ്പോൾ നല്ല കാറ്റും മഴയുണ്ടാവും. പുഷ്പവൃഷ്ടി നടന്ന സമയം വരെ ഉണ്ടായിരുന്നു. കളരിയാൽ ഭഗവതിയുടെ തിരുമുടിക്കൊപ്പം തിരുവർക്കാട്ട് ഭഗവതി, ചുഴലി ഭഗവതി, സോമേശ്വരി, വാടിക്കുറ്റി, കാളരാത്രി, ക്ഷേത്രപാലകൻ എന്നിങ്ങനെ 7 തെയ്യക്കോലങ്ങളാണ് കെട്ടിയാടുന്നത്. ഇതിൽ ക്ഷേത്രപാലകനൊഴികെ ബാക്കിയെല്ലാം സ്ത്രീ സങ്കല്പ ദേവതകളാണ്. മുത്താണിശ്ശേരി, ഇളയാണിശ്ശേരി, കുന്നാവ് പെരുവണ്ണാൻ, അഴീക്കോടൻ പെരുവണ്ണാൻ, പുഴാതി പെരുവണ്ണാൻ, അരോളി പെരുവണ്ണാൻ, കോട്ടപ്പുറവൻ എന്നീ അവകാശികൾ യഥാക്രമം ഈ തെയ്യക്കോലങ്ങളെ കയ്യിലെടുക്കുന്നു. ഭഗവതി ദർശനത്തിനായി ചെറുകോലങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടേയിരിക്കും. മഴ വീണ്ടും കണക്കിടുന്നു. ക്ഷേത്രപാലന്റെ വരവോടുകൂടി, ക്ഷേത്രപാലന്റെ ദർശനത്തോടുകൂടി ഈ ഉത്സവ ചടങ്ങിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കഥപഠിക്കുന്നവരുടെ സഹായത്തോടുകൂടി തന്നെ തിരുമുടി. ക്ഷേത്രപാലൻ എന്ന് പറയുന്നത് ശരിക്കും ആൺകോലമാണ്. അവിടെ മടിയൻ ക്ഷേത്രപാലൻ എന്നാണ് അതിന് പറയുന്നത്. മടിയൻ കൂലോത്താണ് ഇതിൻ്റെ ആരുടെ സ്ഥാനം. അതുകൊണ്ടാണ് മടിയൻ ക്ഷേത്രപാലൻ എന്ന് പറയുന്നത്. വളരെ കോപിതനായ ഒരാളാണ്, ക്ഷേത്രപാലകനായിട്ടാണ് വെച്ചിരിക്കുന്നത്. വളരെ കോപാകുലനായ ഒരാളാണ്, ഒരിക്കലും ഒരു സൗമ്യ പ്രകൃതിയല്ല. ബാക്കിയെല്ലാ ഭഗവതിയും, ഇപ്പോൾ കളരിയാൽ ഭഗവതി തന്നെ ശരിക്കും പറഞ്ഞാൽ മാടായിക്കാവിൽ ദാരികനെ വധിച്ചിട്ട് അവിടുന്ന് ഇവിടെ വന്നെങ്കിലും ഭയങ്കര കോപാകുലമായ അവസ്ഥയിലല്ല. ഏറ്റവും വൈബ്രൻ്റായിട്ട് ഇരിക്കുന്ന ഒരാൾ ക്ഷേത്രപാലൻ തന്നെയാണ്. അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ബാക്കി എല്ലാവരും കുറച്ചും കൂടി സൗമ്യതയിലാണ്. ക്ഷേത്രപാലൻ്റെ മുഖത്തെഴുത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കി എല്ലാത്തിനും പെൺകോലത്തിൻ്റെയാണ്, ഇത് ആൺകോലത്തിൻ്റെയാണ് മുഖത്തെഴുത്ത്. കൊടുമ്പുരികൻ എന്ന് പറഞ്ഞ എഴുത്താണ് മുഖത്തെഴുതുന്നത്. താടി ഉണ്ടാവും, തൂക്ക് താടി ഉണ്ടാവും. അത് നല്ല തൂക്ക് താടി ഉണ്ടാകും. തൂക്ക് താടിക്കാണ് അതിൻ്റെ എഗർ വെക്കുന്നത്. അതിന് പ്രത്യേകത. സാധാരണ തൂക്ക് താടി തിരുവപ്പന പോലുള്ള ഇതിനൊക്കെ വെക്കും, മുത്തപ്പൻ തിരുപ്പന. പക്ഷേ അതിനൊക്കെ വെക്കുന്ന പോലല്ല, ഇതിന് എഗറും കൂടി വെച്ചിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ പിടിമീശയാണ് അതിൻ്റെ പ്രത്യേകത. അത് ആ മീശയ്ക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അതിനകത്ത്. പിന്നെ രൂപത്തിൽ വെച്ചാൽ ബാക്കിയെല്ലാ രൂപത്തിന് മുടി മുഴുവനും ഇപ്പം ശരിക്കും പറഞ്ഞാൽ അത് മുടി മുഴുവൻ കറുപ്പ് കൊണ്ടാണ്. കറുപ്പാണ് അതിന് പ്രാധാന്യമുള്ളത്. ക്ഷേത്രപാലനിൽ സാധാരണ തെയ്യത്തിന് ഏറ്റവും കൂടുതൽ ചുവപ്പും വെള്ളിയും കൂടിയുള്ള ചേർച്ചയാണെങ്കിൽ ഇതിന് എല്ലാം കറുപ്പിൻ്റെ ഒരു മയാണത്. ക്ഷേത്രപാലനാണ് അവസാനത്തെ ഓളം.
സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. മാറ്റുകയും തുടർന്ന് അത് പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെഴുന്നള്ളിക്കേണ്ടതുമാണ്. ഇടവപ്പാതി ഇടമുറിയാതെ പെയ്യുന്ന നേരത്ത് സൂര്യാസ്തമയത്തിന് തൊട്ടു മുൻപ് കോലധാരികൾ മുടിയഴിച്ച് ഓരോരുത്തരായി അണിയറയിലേക്ക് മടങ്ങും. കാൽച്ചിലമ്പുകൾ ശ്രുതി ചേർത്ത് അവർക്കൊപ്പമുണ്ടാകും. അണിയലങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റുമ്പോൾ വരാനിരിക്കുന്ന മറ്റൊരു തുലാമാസത്തെ പത്താമതയും തോറ്റിയുണർത്തുന്ന തെയ്യക്കോലമായിരിക്കും ഓരോ കോലക്കാരൻ്റെ ഉള്ളിലും.